ഗുഡ് മോർണിംഗ് ഓൾ. എല്ലാവർക്കും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കിടക്കാം. ഇന്നലെ നമ്മൾ മാർക്കറ്റ് വോളറ്റിലായിരുന്നു. 80 പോയിൻറ്റിന് ഒരു ഇടിവ് രേഖപ്പെടുത്തി. എൽ ജിയുടെ ലിസ്റ്റിംഗ്, എൽ ജി കിട്ടിയ ആളുകൾക്ക് എല്ലാം തന്നെ ഭീകര ലിസ്റ്റിങ്ങും കിട്ടി. ടാറ്റ സ്റ്റോക്കിൻ്റെ ഡീമർജർ എക്സ് ഡിവിഡൻഡ് ഡേറ്റ്, ബാങ്ക് നിഫ്റ്റിയുടെ റിക്കവറി, അതൊക്കെയാണ് നമ്മൾ ഇന്നലെ കണ്ടത്. ഇന്ന് മാർക്കറ്റിലേക്ക് വരുമ്പോൾ നമ്മൾ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം ഗിഫ്റ്റ് നിഫ്റ്റി പോസിറ്റീവാണ് ആസ് ഓഫ് നൗ. ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട് ഇന്ത്യയുടെ ഗ്രോത്ത് ഫോർകാസ്റ്റ് ഉയർത്തി എന്നുള്ള മറ്റൊരു ന്യൂസ് ഉണ്ട്. അതുപോലെ ഇന്ന് ഒരുപാട് കമ്പനീസിൻ്റെ റിസൾട്ട് വരുന്നുണ്ട്. പ്രധാനമായിട്ടും ഏഞ്ചൽ, ആക്സിസ് ബാങ്ക്, ഡെൽറ്റ കോർപ്പ്, ഹാത്വേ കേബിൾ, HDB ഫിനാൻഷ്യൽ സർവീസ്, HDFC AMC, HDFC ലൈഫ്, ഹെറിറ്റേജ് ഫുഡ്സ്, IRFC, KEI ഇൻഡസ്ട്രീസ്, L&T ഫിനാൻസ്, അങ്ങനെ ഒരുപാട് കമ്പനീസിൻ്റെ റിസൾട്ട് ഉണ്ട്. ഫുൾ ഡീറ്റെയിൽ നമ്മുടെ ടെലഗ്രാം ചാനലിലിടാം. ഈ വീഡിയോയുടെ ഈ ഫസ്റ്റ് കമൻറ്റിൽ ഞാൻ ടെലഗ്രാമിൻ്റെ ലിങ്ക് പിൻ ചെയ്ത് വെക്കാം. മാർക്കറ്റ് സമയത്ത് ന്യൂസ് കിട്ടാനായിട്ട് നമുക്ക് ടെലഗ്രാം ചാനൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. വേറെ കോഴ്സും അങ്ങനെയൊന്നും കാര്യങ്ങളൊന്നും ഇല്ല, ന്യൂസ് മാത്രമേ ഉള്ളൂ. പക്ഷേ ക്ലിക്ക് ചെയ്ത് മാത്രം ജോയിൻ ചെയ്യുക, സെർച്ച് ചെയ്യരുത്. ഈ വീഡിയോയുടെ ഫസ്റ്റ് കമൻറ്റിലുണ്ട് ടെലഗ്രാമിൻ്റെ ലിങ്ക്. ഇനി നമ്മൾ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം സംഭവിച്ചിട്ടുള്ള ഗ്ലോബൽ കാര്യങ്ങൾ നോക്കാൻ ആദ്യം ഗ്ലോബൽ മാർക്കറ്റ് നോക്കണം. ഏറ്റവും താഴെ US വിക്സ് 4% സ്പൈക്ക് ചെയ്ത് 18ലേക്ക് എത്തി നിൽക്കുന്നുണ്ട്. നാസ്ഡാക്ക് 172 പോയിൻ്റ് ഇടിവ്, എന്നാൽ ഡോ 200 പോയിൻ്റ് അപ്സൈഡ്. അതായത് US മാർക്കറ്റ് മിക്സ്ഡ് ആയിരുന്നു. യൂറോപ്യൻ മാർക്കറ്റും അതുപോലെ തന്നെ UK മാർക്കറ്റ് 10 പോയിൻ്റ് പോസിറ്റീവ്, എന്നാൽ ഫ്രാൻസും ജർമ്മൻ മാർക്കറ്റ് 150 പോയിൻ്റ് ഇടിവ്. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഏഷ്യൻ മാർക്കറ്റിൽ പ്രത്യേകിച്ച് ഭാവവ്യത്യാസങ്ങളൊന്നുമില്ല, പോസിറ്റീവാണ്. ഏറ്റവും ടോപ്പിലേക്ക് പോവുകയാണെങ്കിൽ US ഫ്യൂച്ചറും പോസിറ്റീവിൽ തന്നെ നിലകൊള്ളുന്നുണ്ട്. ഗോൾഡ് ഇന്നും $22 ഉയർന്ന് 4165 ആയിട്ടുണ്ട്. ഇതാണ് US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികൾ. ഇൻഫോസിസ് ഒരു 1.85% ഫോൾ ഉണ്ട്, എന്നാൽ വിപ്രോ പോസിറ്റീവായിരുന്നു. ഡോക്ടർ റെഡ്ഡി 2.25% താഴെ ഇടുന്നത് കാണാൻ സാധിക്കും. ഇതാണ് ഗിഫ്റ്റ് നിഫ്റ്റിയുടെ ചാർട്ട്. 3:30 PM കാണാം. അതായത് നമ്മുടെ മാർക്കറ്റ് ഇന്നലെ ക്ലോസ് ചെയ്ത സമയത്ത് ഗിഫ്റ്റ് നിഫ്റ്റി 25,195 ഇപ്പോൾ ഗിഫ്റ്റ് നിഫ്റ്റി. അതിനുശേഷം ട്രേഡിങ് ഇന്ന് വെളുപ്പിന് 2 മണി വരെ ട്രേഡിംഗ് ഉണ്ടായിരുന്നു. കാണാം 80 പോയിൻ്റ് ഉയർച്ചയിലാണ് ആസ് ഓഫ് നൗ ഗിഫ്റ്റ് നിഫ്റ്റി ഉള്ളത്. മാർക്കറ്റ് 9:15 ഓപ്പൺ ആവുന്നത്. മാറ്റങ്ങൾ വന്നേക്കാം, പക്ഷേ നിലവിൽ ഗിഫ്റ്റ് നിഫ്റ്റി ഇങ്ങനെയാണ് ഉള്ളത്. ഇനി കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് നമുക്ക് പോകാം. ബൈസൽ റെക്കമെൻഡേഷൻ അല്ല. ICC ലോംബാർഡ് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 18% ഉയർന്ന് 819 കോടി രൂപ കരസ്ഥമാക്കി. പെർസിസ്റ്റൻറ്റ് സിസ്റ്റം കമ്പനി നെറ്റ് പ്രോഫിറ്റ് 45% ഉയർന്ന് 471 കോടി രൂപ കരസ്ഥമാക്കി. ടെക്കമ്മ് നെറ്റ് പ്രോഫിറ്റ് 4.5% ഫോളായി 1195 കോടി രൂപ. KSTN റിയാലിറ്റി കമ്പനി, ഇവിടെ പ്രൊമോട്ടേഴ്സ് ഗ്രൂപ്പ് 3.63% സ്റ്റേക്ക് സെല്ല് ചെയ്ത് മാറുന്നുണ്ടെന്നുള്ള ന്യൂസ് ഉണ്ട്. DCM ശ്രീരാം കമ്പനി ഗുജറാത്തിൽ ഇവരുടെ പുതിയ പ്ലാന്റ് കമ്പനി കമ്മീഷൻ ചെയ്തു. CNDLM കമ്പനി നെറ്റ് പ്രോഫിറ്റ് 113% ഇയർ ഓൺ ഇയർ വർദ്ധിച്ച് 32 കോടി രൂപ കരസ്ഥമാക്കി. മിശ്രധാതു നിഗം ലിമിറ്റഡിന് 306 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു. ഓല ഇലക്ട്രിക് കമ്പനി, ഇവർ ഈ EV ബൈക്കിൽ നിന്ന് മാറി പുതിയ നോൺ EV പ്രൊഡക്റ്റുകൾ ഇവർ ലോഞ്ച് ചെയ്യാൻ കമ്പനി തീരുമാനമെടുത്തു. JR ഇൻഫ്ര പ്രൊജക്റ്റ് കമ്പനി 364 കോടി രൂപയുടെ ഒരു പുതിയ മാംഗ്ലൂരിലെ മെട്രോയുടെ സെക്കൻഡ് ഫേസിൻ്റെ വർക്ക് ഇവർ കംപ്ലീറ്റ് ചെയ്തു. തൈറോ കെയർ കമ്പനി 26 കോടി രൂപയിൽ നിന്ന് 48 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. രാമ ഫോസ്ഫേറ്റ് കമ്പനി 3 കോടി രൂപയിൽ നിന്ന് 17 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. സുല വൈൻയാർഡ് കമ്പനി, ഇവരുടെ റവന്യൂ എവർ ടൈം റവന്യൂ ഇവർ കരസ്ഥമാക്കി. വൈൻഡിലെ തന്നെ ബിസിനസ് ബൂസ്റ്റ് ചെയ്തു. GTPയിൽ ഹാത്വേ കമ്പനി 12 കോടി രൂപയിൽ നിന്ന് 9 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് സ്ലൈറ്റ്ലി കുറഞ്ഞു. വൈകിട്ട് 7 മണിക്ക് പോസ്റ്റ് മാർക്കറ്റായിട്ട് എത്താം. എല്ലാവർക്കും നമ്മുടെ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. തലങ്ങും വലുങ്ങും ഷെയർ ചെയ്യുക, എല്ലാവരിലേക്ക് എത്തിക്കുക. താങ്ക്